ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ മാണിക്കുഞ്ഞെ, താൻ എനിക്ക് വേണ്ടി എത്ര വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര കുട്ടികളുടെ ഫോട്ടോ അമ്മയെ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഇത്ര അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവരൊക്കെ ഇന്ന് വാതോരാതെ എന്നെയും എന്റെ കമ്പനിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞു. ഓൺലി ബിക്കോസ് ഓഫ് മൈ വൈഫ് ഗാഥ. ഒരു വിവാഹത്തിലൂടെ സ്വർഗം കണ്ടെത്തണമെന്ന് പറയുന്നത് ഇയാളെ പോലെ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോഴാണ്. അത് ഞാൻ സമ്മതിച്ചു സാറേ. സത്യത്തിലേ ഇത്രേ ആളുകളെ കാണുമ്പോ ഗാഥമാട ഒന്ന് പരിഭ്രമിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ എന്താ പറയാ, ഗാഥമാട എല്ലാരെയും അമ്പരപ്പിച്ച് കളഞ്ഞില്ലേ. ഗാഥ, നമ്മുടെ കമ്പനി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വർക്കാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അതിനൊരേ ഒരു കാരണം താൻ മാത്രമാണ്. താൻ നോക്കിക്കോ, താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇതുപോലെ ഒരിക്കലും പറ്റാത്ത ഐഡിയാസ് തനിക്കുണ്ടെങ്കിൽ നമുക്കിനി വിജയങ്ങൾ മാത്രമേ ഉണ്ടാവൂ. തൊട്ടടുത്ത എതിരാളി നമ്മൾ ഭയക്കും. അല്ലടോ മാണിക്കുഞ്ഞ്? സാറേ, ഇത്രയും നാളും തൊട്ടടുത്ത എതിരാളി എന്ന് പറയുന്നത് ദേ ഗാഥമാടത്തിന്റെ മമ്മി തന്നെ ആയിരുന്നല്ലോ. ഒന്ന് പോടോ. സിത്താരമേളമായിട്ട് ഇനി നമുക്ക് ഒരു മത്സരവും ഇല്ലല്ലോ. നമ്മളൊന്നല്ലേ, അല്ലേ ഗാഥ? ഗാഥ, താൻ എന്റെ ഭാഗ്യമാണ്. കാര്യം ശരിയാ, ഞാനൊരു ബിസിനസ്മാനൊക്കെ ആയിരുന്നു. ബിസിനസിന്റെ ചക്രവാളങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് മിടുക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് ലക്ഷ്യബോധമില്ലാത്ത ആടി ഉലഞ്ഞൊരു പോക്കായിരുന്നു. ബട്ട് നൗ ഞാൻ സ്റ്റേബിളാണ്. ജീവിതത്തിൽ ഇനി എന്തൊക്കെയോ നേടാനുള്ളത് പോലെ. ആ തോന്നൽ എനിക്ക് ഉണ്ടാക്കി തന്നതും അതിലെനിക്ക് വിശ്വാസം തന്നതും താനാണ്. തന്റെ സ്നേഹം, എന്റെ കുടുംബത്തിനോട് താൻ കാണിക്കുന്ന കരുതൽ, ഇതിനൊക്കെ സ്നേഹം കൊണ്ടല്ലേ മറുപടി പറയാൻ പറ്റൂ. എല്ലാ കടങ്ങളും ഞാൻ വീട്ടിക്കോളാം. ഈ ജീവിതം മുഴുവൻ തന്നെ സന്തോഷത്തില് കൊണ്ടു നടന്നോളാം. എന്തുപറ്റി? ഒന്നുമില്ല, നമുക്ക് പോവാം. സാറേ, ഇത്രയും ആളുകൾക്ക് മുമ്പില് വലിയൊരു പെർഫോമൻസ് തന്നെ നടത്തിയെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് സാറിന്റെ ഈ സ്നേഹപ്രകടനം ഗാഥമാടത്തിന് താല്പര്യമില്ലെന്നാ തോന്നുന്നേ, അല്ലേ മാഡം? ഗാഥ, ബാപ്പോ. എടാ മാണിക്കുഞ്ഞ്, ആ ഓഫീസിൽ വൃന്ദയില്ലേ? ഉണ്ട് സാറേ. ഓക്കെ, എങ്കിൽ താൻ ആ വൃന്ദയെ വിളിച്ചിട്ടേ എഗ്രിമെന്റിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറ. എന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ പോയി ഗാഥത്തിലേക്ക് സൈൻ ചെയ്യട്ടെ.